ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 72 അക്രൂരാഗമനം. ശ്ലോകം 9. സായന്തനാപ്ലവവിശേഷവിവിക്തഗാത്രൗ ദ്വൗ പീതനീലരുചിരാംബരലോഭനീയൗ നാദിപ്രപഞ്ചധൃതഭൂഷണചാരുവേഷൗ മന്ദസ്മിതാർദ്രവദനൗ സയുവാം ദദർശ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. സായന്തനാപ്ലവ വിശേഷ വിവിക്ത ഗാത്രൗ ദ്വൗ പീത നീല രുചിരാംബര ലോഭനീയൗ നാദിപ്രപഞ്ച ധൃതഭൂഷണ ചാരുവേഷൗ മന്ദസ്മിതാർദ്ര വദനൗ സ യുവാം ദദർശ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. സ ആ അക്രൂരൻ സായന്തനാപ്ലവ വിശേഷ വിവിക്ത ഗാത്രൗ വൈകിട്ട് മേൽ കഴുകി പ്രത്യേകിച്ച് നിർമ്മലമായ ശരീരത്തോടു കൂടിയവരും പീതനീല രുചിരാംബര ലോഭനീയൗ മഞ്ഞയും നീലയും നിറമുള്ള മനോഹരമായ പട്ടുകൾ ധരിച്ച കമനീയന്മാരും നാദിപ്രപഞ്ച ധൃതഭൂഷണ ചാരുവേഷൗ അധികം ആഭരണങ്ങൾ ധരിച്ചിരുന്നില്ലെങ്കിലും ഹൃദയാകർഷകമായ വേഷത്തോടു കൂടിയവരും മന്ദസ്മിതാർദ്രവദനൗ പുഞ്ചിരി കൊണ്ടും സ്നേഹഭാവം കൊണ്ടും നിറഞ്ഞ മുഖത്തോടു കൂടിയവരുമായ യുവാം നിങ്ങളെ ദ്വൗ രണ്ടുപേരെയും ദദർശ കണ്ടു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. സായന്തനാപ്ലവ വിശേഷ വിവിക്ത ത എന്നുള്ളത് കാത്ത എന്നാണ്. വിവിക്ത ഗാത്രൗ ത്രൗ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ദ്വൗ ഇവിടെയും അതേപോലെ തന്നെ ദ്വൗ നവളത് 2 ചിഹ്നമുണ്ട്. ദ്വ പിന്നെ ദ്വൗ നവാന് അങ്ങനെ 2 ചിഹ്നമുണ്ട്. പീത നീല രുചിരാംബര ബ എന്ന് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ലോഭനീയൗ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നാദിപ്രപഞ്ച ഞ്ച എന്നുള്ളത് ഞാ ച എന്നാണ്. ധൃതഭൂഷണ ധൃത എന്നുള്ളതിൻ്റെ ധൃന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഭൂഷണ എന്നുള്ളതിൻ്റെ ഭൂന്ന് ഊന്നി പറയാനുള്ളതാണ്. ചാരുവേഷൗ ഷൗ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. മന്ദസ്മിതാർദ്ര മന്ദ എന്ത് എന്നുള്ളത് നാ ദ എന്നാണ്. വദനൗ ഇവിടെ അതേപോലെ നൗ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. വദനൗ സ യുവാം ദദർശ ദ ദ എന്ന് രണ്ടും ദയിലത്തെയാണ്. ദദർശ. സായന്തനാപ്ലവ വിശേഷ വിവിക്ത ഗാത്രൗ ദ്വൗ പീതനീലരുചിരാംബരലോഭനീയൗ നാദിപ്രപഞ്ചധൃതഭൂഷണചാരുവേഷൗ മന്ദസ്മിതാർദ്രവദനൗ സയുവാം ദദർശ. അടുത്തത് 10ാമത്തെ ശ്ലോകം. ദൂരാദ്രഥാത് സമവരുഹ്യ നമന്ദമേനമുത്ഥാപ്യ ഭക്തകുലമൗലിമഥോപഗൂഹൻ ഹർഷാന്വിതാക്ഷരഗിരാ കുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സബലോഥ ഗൃഹം നിനേഥ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ദൂരാത് രഥാത് സമവരുഹ്യ നമന്തം ഏനം ഉത്ഥാപ്യ ഭക്തകുല മൗലിം അഥോപഗൂഹൻ ഹർഷാത് മിതാക്ഷര ഗിര കുശലാനുയോഗി പാണീം പ്രഗൃഹ്യ സബലോഥ ഗൃഹാൻ നിനേഥ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അനന്തരം ഭഗവത് ദർശനാനന്തരം ദൂരാത് ദൂരത്തിൽ നിന്നു തന്നെ രഥാത് തേരിൽ നിന്ന് സമവരുഹ്യ താഴത്തിറങ്ങിയിട്ട് നമന്തം രാമകൃഷ്ണന്മാരെ നമസ്കരിച്ചവനായ
ഭക്തകുലമൗലിം ഭക്തന്മാരുടെ വംശത്തിന് ശിരോരത്നമായ ഏനം ഈ അക്രൂരനെ സബല ബലരാമനോടുകൂടി അങ്ങ് ഉത്ഥാപ്യ എഴുന്നേൽപ്പിച്ചിട്ട് ഹർഷാത് സന്തോഷത്താൽ ഉപഗൂഹൻ ആശ്ലേഷിക്കുന്നവനായി അഥ അനന്തരം മിതാക്ഷരഗിര ചുരുക്കം വാക്കുകൾ കൊണ്ട് കുശലാനുയോഗി കുശലപ്രശ്നം ചെയ്യുന്നവനായി പാണീം കൈ പ്രഗൃഹ്യ പിടിച്ചിട്ട് ഗൃഹം ഗൃഹത്തെ നിനേഥ നയിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ദൂരാത് രഥാത് ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സമവരുഹ്യ ചേർത്തിട്ട് ദൂരാത് രഥാത് സമവരുഹ്യ. നമന്തം ഏനം ഉത്ഥാപ്യ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അത് ചേർത്തിട്ട് നമന്തമേനമുത്ഥാപ്യ. ഭക്തകുല മൗലിം അഥോപഗൂഹൻ ചേർത്തിട്ട് ഭക്തകുലമൗലിമഥോപഗൂഹൻ. ഭക്ത എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. കഥ എന്നുള്ളത് കാത്ത എന്നാണ്. അഥോപ ഥോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഹർഷാത് മിതാക്ഷര ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗിര ചേർത്തിട്ട് ഹർഷാൻമിതാക്ഷര ഗിര. കുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സബലോഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സബലോഥ ഗൃഹം നിനേഥ. ഇവിടെ നോക്കിക്കോളൂ, ഫസ്റ്റിൽ നാന്ന് ഉച്ചരിക്കണം. നി നേ രണ്ടാമത്തെ നാന്ന് വരും. നിനേഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദൂരാദ്രഥാത് സമവരുഹ്യ നമന്തമേനമുത്ഥാപ്യ ഭക്തകുലമൗലിമഥോപഗൂഹൻ. ഹർഷാൻമിതാക്ഷരഗിരാ കുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സബലോഥ ഗൃഹം നിനേഥ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.